സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാവുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, എങ്ങനെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? അലർട്ടുകൾ എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്? ശ്രുതി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുകയാണ്. തലസ്ഥാനത്തടക്കം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. പലയിടങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും മഴ രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിലിപ്പോൾ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 1-ാം തീയതി കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തീരദേശവാസികൾ തയ്യാറാകണം എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ബീച്ചിലേക്കുള്ള യാത്രകളിലും കടലിലേക്ക് ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങളും വള്ളങ്ങളും അടക്കമുള്ളവ ഈ സമയങ്ങളിൽ കടലിലേക്ക് ഇറക്കരുത് എന്നൊരു മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെങ്കിൽ പോലും മത്സ്യബന്ധനത്തിന് നിലവിൽ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായ മഴ, ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് തന്നെയാണ് ആഷിൻ ഡിയേഗോ റിപ്പോർട്ട് ചെയ്തത്.